നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ഇനി. കോഴിക്കോട് പന്തീരാങ്കാവ് ടോൾ പ്ലാസയിൽ ചരക്ക് ലോറിക്ക് തീപിടിച്ചു. നാഗാലാൻഡ് രജിസ്ട്രേഷനിലുള്ള ലോറിക്കാണ് തീപിടിച്ചത്. തീയണയ്ക്കാൻ ശ്രമം തുടരുന്നു. ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരുന്നു തത്സമയം. ദീപക്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇതാ പന്തീരങ്കാവ് ബൈപ്പാസ് ദേശീയപാതയിലെ ടോൾ പ്ലാസയ്ക്ക് തൊട്ടരികിലാണ് തീപിടുത്തം. ഇതാ തത്സമയ ദൃശ്യങ്ങളാണ് 24 പ്രേക്ഷകർ കാണുന്നത്. നാഗാലാൻഡ് രജിസ്ട്രേഷനുള്ള ഒരു ഗ്യാരേജ് ലോറിയാണ്, ചരക്ക് ലോറിയാണ്. ആ ചരക്ക് ലോറിയിൽ ഈസ്റ്റ് ആണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായ വിവരം. ഇപ്പോൾ ഫയർഫോഴ്സ് തീ അണച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ്. ഒരുപക്ഷെ ഒരു വലിയ പൊട്ടിത്തെറിക്കുള്ള സാധ്യതയാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടലിലൂടെ ഇല്ലാതാവുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഫയർ എഞ്ചിൻ ഓപ്പറേഷൻ നടത്തുന്നു. വെള്ളം ചീറ്റിക്കൊണ്ട് വലിയ രീതിയിൽ ആളിക്കത്തുന്ന തീയായിരുന്നു നമ്മൾ കണ്ടത്. ആദ്യം തന്നെ ഇതാ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫയർ എഞ്ചിൻ പ്രവർത്തിച്ചുകൊണ്ട് ഈ തീ അണക്കാനുള്ള ശ്രമമാണ്. ഈ ലോറിയുടെ പുറകുവശവും മുൻവശവും, അതായത് എഞ്ചിൻ പാർട്ട്, പെട്രോൾ ടാങ്ക് ഉള്ള ഭാഗം ഉൾപ്പെടെയാണ് തീ പിടിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആകെ പുകപടലങ്ങളാണ്. ഈ പ്രദേശത്ത് ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്ന ക്യാമറമാൻ ജയൻ കല്യാശ്ശേരി ഒന്ന് പാൻ ചെയ്താൽ കാണാം. ഈ ദേശീയപാതയാണ്, വൈകുന്നേരത്തെ സമയമാണ്, വാഹനങ്ങൾ വലിയ തോതിൽ പോകുന്ന സമയമാണ്. ഈ സമയത്താണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളത് അപകടത്തിന്റെ സാധ്യത, അതിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്ന ഒരു തീപിടുത്തമാണ്. അതുകൊണ്ട് തന്നെ പൊടുന്നനെ ഫയർഫോഴ്സ് എത്തി. അതായത് ടോൾ പ്ലാസയിലെ ഉദ്യോഗസ്ഥർ, മാനേജർ ജിതേഷ് ആണ് ഫയർഫോഴ്സിലേക്ക് വിളിക്കുന്നത്. ഉടനെ തന്നെ ഫയർ എഞ്ചിൻ സ്ഥലത്തെത്തി ഫയർ ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈസ്റ്റാണ് ഇതിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അപകട സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. അതുകൊണ്ട് തന്നെ ഈ ഫയർ ഓപ്പറേഷൻ പെട്ടെന്ന് തന്നെ ആരംഭിച്ചു. ഇപ്പോൾ ഇതാ ഈ ലോറിയുടെ മറ്റൊരു ഭാഗത്തേക്ക്, അതായത് ഈ ടോൾ പ്ലാസയുടെ ഇടതുഭാഗം വരുന്ന ഭാഗത്തേക്കുള്ള തീ അണക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പൊട്ടിത്തെറി സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പോലീസും ഫയർഫോഴ്സും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം ഈ പ്രദേശത്ത് നൽകിയിട്ടുണ്ട്. ഈ ടോൾ പ്ലാസയിൽ 6 വരികളായി വാഹനങ്ങൾ നീങ്ങുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ പെരുപ്പം, സാന്ദ്രത വളരെ കൂടുതലാണ്. അത്തരമൊരു സ്ഥലത്താണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകവും. ഒരുപക്ഷെ വലിയൊരു അപകട സാധ്യതയാണ് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സും പോലീസും ഇപ്പോൾ സ്ഥലത്ത് സജീവമാണ്. ഈ ഭാഗത്തേക്കുള്ള, അതായത് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതത്തെ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം ഈ തൊണ്ടയാട് ഭാഗത്ത് നിന്നും ബൈപ്പാസിലൂടെ ഇങ്ങോട്ടേക്കുള്ള വാഹന ഗതാഗതം നിർത്തിവെച്ചുകൊണ്ടാണ് ഫയർ ഓപ്പറേഷൻ തുടരുന്നത്. ഏറെക്കുറെ ഫയർ ഓപ്പറേഷന്റെ ആദ്യഘട്ടം പിന്നിട്ടു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. നമുക്ക് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ ഈ വേളയിൽ എന്നുള്ളത് നോക്കാം. ഏതായാലും പോലീസും ഫയറും എല്ലാം വലിയ രീതിയിൽ അവർ പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ഒരു വലിയ അപകട സാധ്യത ഇല്ലാതായത്. നിങ്ങൾക്ക് എപ്പോഴാണ് വിവരം കിട്ടിയത്? എങ്ങനെയാണ് കാര്യങ്ങൾ? ഞങ്ങൾ പന്തീരങ്കാവിൽ പട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഫയർ എഞ്ചിൻ ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോൾ തൊട്ടു പിന്നാലെ ഞങ്ങൾ വന്നതാണ്. ഇപ്പോൾ ഇങ്ങോട്ടേക്കുള്ള ഗതാഗതം നിയന്ത്രിച്ചിരിക്കുക. അത് പൂർണ്ണമായും തടഞ്ഞു വെച്ച് നിൽക്കുകയാണ്. കാരണം ആ കണ്ടെയ്നറിൽ എന്താണ് ലോഡെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത് പൂർണ്ണമായി അത് കെട്ടിയ ശേഷം വൺ സൈഡ് ട്രാഫിക് വിടുകയുള്ളൂ. ഇതാണ്, അതായത് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുന്നു. കാരണം 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഇവിടെ ഈ വാഹന പെരുപ്പം കൂടുതലുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ അപകടം കൂടുതൽ വലുതാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം പൂർണ്ണമായും ദേശീയപാതയിൽ ഈ ടോൾ പ്ലാസയ്ക്ക് അപ്പുറത്ത് തടഞ്ഞു വെച്ചിരിക്കുന്നു. എന്നിട്ടാണ് അത് അങ്ങനെ തടഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ ഫയർ എഞ്ചിൻ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓപ്പറേഷൻ ഏതാണ്ട് അതിൻ്റെ ആദ്യഘട്ടം പിന്നിടുമ്പോൾ തീ അണച്ചു കഴിഞ്ഞു. പക്ഷേ എന്നാൽ വലിയ രീതിയിലുള്ള വൻതോതിലുള്ള പുകയുണ്ട്. മാത്രവുമല്ല, ഇതിലുള്ള കണ്ടന്റ് എന്താണ്, കണ്ടന്റ് എത്രമാത്രം അപകട സാധ്യത, അതായത് തീ പടരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ശ്വാസം മുട്ടൽ ഉണ്ടാക്കുമോ? കാരണം ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ പോലും ഈ ശ്വാസം കൃത്യമായി കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അത്തരത്തിലുള്ള പുകയാണ്. സ്വാഭാവികമായും ഈ വണ്ടിക്കകത്തുള്ള, ഈ ലോറിക്കകത്തുള്ളത് ഈസ്റ്റാണ് എന്നുള്ളതാണ് പ്രാഥമികമായി അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ ലോറിയിൽ ഈ ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതോ സഹായിയും ഉണ്ടായിരുന്നു? അവർ എന്താണ് പറയുന്നത്? എങ്ങനെ തീപിടിച്ചു എന്ന് അവർക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? ഇതിൽ ഉണ്ടായിരുന്നത് ഡ്രൈവർ മാത്രമാണ് എന്നുള്ളതാണ്
പ്രാഥമികമായി വിവരം ലഭിക്കുന്നത്. പക്ഷേ അവരെ ഇപ്പോൾ ഇവിടെ കാണാനില്ല എന്നുള്ളതാണ് വസ്തുത. അവരെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അതിൽ കൂടുതൽ വിവരങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. ഏതായാലും ഇത് തൃശ്ശൂർ ഡയറക്ഷനിലേക്ക് പോകാൻ ടോൾ പ്ലാസയ്ക്ക് തൊട്ടരികിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. ടോൾ പ്ലാസ കഴിഞ്ഞിട്ടാണ് ഈ ലോറി നിർത്തിയിട്ടിരിക്കുന്നത്. അതിൽ ഈസ്റ്റ് ആണ് എന്നുള്ളത് മാത്രമാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഫയർ എഞ്ചിൻ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിയതുകൊണ്ട് ഈ തീ പടരുന്ന സാധ്യത ഒഴിവായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ടോൾ പ്ലാസയോട് ചേർന്നാണ് തീ പിടിച്ചത്. സ്വാഭാവികമായും 4 വരികളിലായി വാഹനങ്ങൾ, ഈ തെക്കോട്ടേക്ക് പോകുന്ന വാഹനങ്ങൾ വലിയ തോതിൽ ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. ഇപ്പോൾ ആംബുലൻസ് കൂടി ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ആംബുലൻസ് സ്വാഭാവികമായും ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ ആരെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിനുവേണ്ടിയാണ് എത്തിയത് എന്നുള്ളത് തീർച്ചയാണ്. സ്വാഭാവികമായും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ഈ വണ്ടിയുടെ ടയർ പോലും പൂർണ്ണമായി കത്തി തീർന്നിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ തീപിടുത്തമാണ് നടന്നത്. വലിയ ഒരു അപകട സാധ്യതയാണ് ഫയർഫോഴ്സിന്റെ സമയോചിതമായ ഇടപെടലിലൂടെ ഇല്ലാതായിരിക്കുന്നത്. ദീപക് ധർമ്മടമാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് പന്തിരങ്കാവ് ടോൾ പ്ലാസയ്ക്ക് സമീപത്താണ് ചരക്ക് ലോറിക്ക് തീപിടിച്ചത്. ഇത് നാഗാലാൻഡ് രജിസ്ട്രേഷനിലുള്ള ലോറിയാണ്. തീ ഏറെക്കുറെ പൂർണ്ണമായും കെടുത്താൻ ഫയർഫോഴ്സ് സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തീപിടുത്തമുണ്ടായതിന് തൊട്ടു പിന്നാലെ ഫയർഫോഴ്സ് സംഘം അവിടെ എത്തുകയായിരുന്നു. തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും തടഞ്ഞിട്ടുണ്ട്. ആ ഗതാഗതം തടഞ്ഞാണ് അവിടെ ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നത്. ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.